അമിത്ഷാ വരുന്നു. പിണറായിയുടെ പോലീസിനെ മര്യാദ പഠിപ്പിക്കാൻ. കൊണ്ടുവരുന്നതോ സുരേഷ് ഗോപിയും. മുന്തിയ അന്വേഷണം നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ തന്നെ ഇറക്കുമ്പോൾ പിണറായി ഭയക്കണം, നന്നായി തന്നെ ഭയക്കണം. പൂരം കലക്കിയതാര്? എന്തിന് ഗൂഢാലോചന നടത്തി? ആര് ഗൂഢാലോചന നടത്തി? അങ്ങനെ കേന്ദ്രം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുട്ടുവിറയ്ക്കാതെ പിണറായി ഉത്തരം പറയുകയും വേണം. ഹിന്ദുക്കളുടെ വിശ്വാസത്തെ തൊട്ട് എന്തും നടത്താമെന്ന് കരുതുന്ന അന്തം കമ്മിക്കൂട്ടങ്ങൾക്ക് പണി തരാൻ തന്നെയാണ് ചാണക്യൻ വരുന്നത്. പൂരം തൃശ്ശൂർക്കാരുടെ വികാരമാണ്. വർഷങ്ങളായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് പൂരം കാണാനായി എത്തുന്നത്. കുടമാറ്റവും ഇലഞ്ഞിത്തറമേളവും മഠത്തിലെഴുന്നള്ളത്തും ഒക്കെ ആവേശമാണ് പൂരപ്രേമികൾക്ക്. എന്നാൽ കമ്മികൾക്കിതൊന്നും രസിക്കില്ല. എങ്ങനെയും ഹിന്ദുവിന്റെ ആചാരത്തെ തകിടം മറിക്കണം എന്ന ചിന്ത മാത്രമാണ് അവർക്കുള്ളത്. അതിന് കുടപിടിക്കുന്ന സർക്കാരും. പിണറായി അറിയാതെ അങ്കിത് അശോക് ഇത് ചെയ്യുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പിണറായിയുടെ നിർദ്ദേശം കിട്ടാതെ മുള്ളാൻ പോലും പോകാത്ത കേരള പോലീസ് സ്വന്തം ഇഷ്ടത്തിന് പൂരം അലങ്കോലപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങുമെന്ന് കരുതണ്ട. എല്ലാം മുഖ്യൻ അറിഞ്ഞിട്ടുള്ള പണി തന്നെയാണ്. മറ്റേതെങ്കിലും മതസ്ഥരുടെ ഉത്സവം അലമ്പാക്കാൻ ഈ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോ ഹിന്ദുവിനെ തൊട്ടാൽ ചോദിക്കാൻ ആളില്ല എന്ന ധൈര്യമാണ് ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പണി ഏറ്റില്ല എന്ന് മാത്രമല്ല, തക്ക സമയത്ത് സുരേഷ് ഗോപി പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടുന്നതും. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് കഠിന വ്രതമെടുത്ത രാമനെ പൂജിച്ച ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ രാമന്റെ ചിത്രം പൂരത്തിന് കാണിച്ചതിന്റെ പേരിൽ കുരുപൊട്ടി പൂരം കലക്കിയവരെ മോദി വെറുതെ വിടില്ല. അത് സുരേഷ് ഗോപിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കേന്ദ്രത്തെ ഇക്കാര്യം അറിയിച്ചത്. പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു ആവേശമാണ്. കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശ്ശൂർ പൂരം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശ്ശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമാണുള്ളത്. പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകളാണ് വർഷം തോറും തൃശ്ശൂരിലെത്തുന്നത്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്രം നക്ഷത്രം വരുന്നതിന്റെ തലേന്നാണ് പൂരം ആഘോഷിക്കുന്നത്. ആനകളെ അണിനിരത്തിയുള്ള പാറേമക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ 2 ക്ഷേത്രങ്ങളുടെ മേള, പഞ്ചവാദ്യ ആഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റം, പുലരുന്നതിന് മുൻപുള്ള വെടിക്കെട്ട് എന്നിവ പ്രധാന ആകർഷണങ്ങളുമാണ്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസ്വം മഠത്തിലേക്ക് കൊണ്ടുവരുന്ന പുറപ്പാട് എഴുന്നള്ളത്ത്, മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടു കൂടിയുള്ള മഠത്തിൽ വരവ് എഴുന്നള്ളത്ത്, ഉച്ചയ്ക്ക് പാറേമക്കാവ് ക്ഷേത്രത്തിന്റെ പൂരപ്പുറപ്പാട്ട്, അതിനോടനുബന്ധിച്ച് 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന ചെമ്പടമേളം, ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, പാറേമക്കാവ്, തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച, കുടമാറ്റം, സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട്, രാത്രിയിലെ പഞ്ചവാദ്യം, പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട്, പിറ്റേന്ന് നടക്കുന്ന പകൽപൂരം, പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട്, ഉപചാരം ചൊല്ലിപ്പിരിയൽ എന്നിവയാണ് പ്രധാന ചടങ്ങ്. ഇതൊക്കെ കണ്ട ആവേശത്തിൽ പിരിഞ്ഞു പോകുന്നവരാണ് തൃശ്ശൂരിലെയും കേരളത്തിലെയും പൂരപ്രേമികൾ. അവരെയാണ് ഇത്തവണ പിണറായി നിരാശരാക്കി മടക്കി അയച്ചത്. നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അതിലും വലിയ പൂരം നടത്താനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ കേരളത്തിലേക്ക് വരുന്നുണ്ട്, പിണറായിയെ ഒരു 1.5 പൂരം പഠിപ്പിക്കുവാനും.